ഹലോ നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് നമ്മൾ ഇന്ന് ചെയ്യണത് കേട്ടോ. എല്ലാവർക്കും അറിയാം പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. എന്നാൽ പോലും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ നമ്മുടെ കറിയിൽ ചെയ്യുമ്പോൾ പോലും കറിയുടെ ടെക്സ്ചറിലും സ്വാദിലും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ ചെയ്യാൻ പറ്റാവുന്ന ഒരു പെർഫെക്റ്റ് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് നമ്മൾ ഇന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം അളവിൽ തൂക്കമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. തോലൊക്കെ കളഞ്ഞതിന് ശേഷമുള്ള വെയിറ്റാണ് ഞാൻ പറയണത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയാണ് എപ്പോഴും നമ്മുടെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ടുണ്ടാവുക. കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യമുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി, കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് അളവിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണ്. എന്നാൽ പോലും നമ്മൾ വെന്ത് വരുന്ന സമയത്ത് പൈനാപ്പിൾ കഷ്ണങ്ങളിൽ മധുരം ഉണ്ടാവാനായിട്ട് ചാൻസ് ഇച്ചിരി കുറവാണ്. ഇച്ചിരി മധുരം കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, അല്ലെങ്കിൽ ഇതേപോലെ ഒരു കുഞ്ഞു കഷ്ണം ശർക്കരയും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് വേവിക്കുന്ന സമയത്ത് തന്നെ, പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് തന്നെ ശർക്കര ചേർത്ത് കൊടുത്തോളൂ. അപ്പോഴാണ് ആ കഷ്ണങ്ങളിലൊക്കെ മധുരം പിടിച്ച് വരുമ്പോൾ നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് സമയം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ജീരകം, നല്ല ജീരകം 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നാളികേരത്തിൻ്റെ കൂടെ പൈനാപ്പിളും കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമ്മുടെ കറി കിട്ടുകയും ചെയ്യും. നല്ല കൊഴുപ്പ് വരികയും ചെയ്യും. പിന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെയും 10 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഇരിക്കട്ടെ. നാളികേരമൊക്കെ ഒന്ന് വെന്ത് നല്ല കുറുകി വരണം നമ്മളുടെ കറി. ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം ഇനി മൂടി വെക്കണം എന്നൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ കുറുകി കറി വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ തൈര് ചേർക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ അത്യാവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഗ്രേവിയൊക്കെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് തൈര് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത്, മൺചട്ടിയിലായ കാരണം കുറച്ച് സമയം എടുക്കും ചൂടാറാൻ. അതിനുശേഷം മാത്രം നമ്മുടെ അത്യാവശ്യം പുളിയുള്ള നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് കാച്ചി ഒഴിക്കണമെന്നേ ഉള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാനായിട്ട് കുഞ്ഞി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉലുവ, ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കൂടരുത് കേട്ടോ. പിന്നെ ഒരു 3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മാത്രം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. ഇതും കൂടി ചേർത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ താളിപ്പിന് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കറിയിലേക്കും അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറി നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല എന്താ പറയുക, നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു കറിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.